ദൈവം ചൊരിയുന്ന വലിയ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ. നമ്മളുടെ വേദനകളുടെ മധ്യത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകപ്പെടും. വേദനകളുടെ മധ്യത്തിൽ എന്തുമാത്രം ശരീരത്തിൽ അസ്വസ്ഥതയുണ്ടോ, വേദനയുണ്ടോ, അപ്പോൾ അങ്ങനെ ആ അസ്വസ്ഥത എന്നോട് നമ്മൾ ദൈവത്തെ മഹത്വം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ, CBC തന്നെ പള്ളിയിലാണ്, അങ്ങനെ ഇവിടെ അതിരമ്പുഴയിൽ, ഇവിടെ ആ ഇടവകയിലുള്ള ജനം മുഴുവനും ശനിയാഴ്ച 8 നോമ്പിൻ്റെ തലേ ദിവസം ഒരുമിച്ച് കൂടി. സാധാരണ വരാത്തതിനേക്കാൾ കൂടുതൽ ജനം വന്നു. കാരണം അമ്മയെ സ്നേഹിക്കുന്നവരാ. അമ്മയെ സ്നേഹിക്കുമ്പോൾ ആരെ സ്നേഹിക്കുന്ന? പുത്രനെ സ്നേഹിക്കുക. ആ ഒരു സമൂഹം ഒരുമിച്ച് കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മണിക്കൂർ മുട്ടുമ്പേൽ നിന്ന് ആരാധനകൾ നടത്തുകയും, ഈ സമയത്ത് എനിക്ക് ഭയങ്കര അതിശക്തമായ കാലിന് വേദന ഉണ്ടാകും. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെ സംഭവം ഉണ്ടാകാൻ പോകും. ശക്തമായിട്ട് വേനെടുക്കുക. അത് വേണം എഴുന്നേറ്റ് നിൽക്കാം, വേണം അവിടെ ഇരിക്കുക, എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ആരാധന നേടി, ആരും നമ്മൾ പറയാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എങ്ങനെ വേണം ചെയ്യാം. പക്ഷേ പീഡാസഹനത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കത്തുള്ളൂ? അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ വേദനയെല്ലാം സമർപ്പിച്ചിങ്ങനെ പ്രാർത്ഥിക്കർത്താവേ, നീ കുരിശോടുകൂടി എനിക്ക് വേണ്ടി 3 പ്രാവശ്യം നിലത്ത് വീണു. എൻ്റെ ക്ഷണികമായ താല്പര്യങ്ങളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി അവിടുന്ന് 3 പ്രാവശ്യം കുരിശോടുകൂടി നിലത്ത് വീണു. ആ വേദനയെ സമർപ്പിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി നീ എന്തുമാത്രം വേദനിച്ച്, ആ വേദനയോട് ചേർത്ത് നിന്നെ ഞാൻ എൻ്റെ ശരീരത്തെ സമർപ്പിക്കുക. ഞാൻ ആ വേദനയോട് ചേർന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ഒരുപാട് ശുചീകരണ സ്ഥലത്ത് ഒത്തിരിയേറെ ആത്മാക്കൾ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. പരിശുദ്ധ അമ്മ ഇങ്ങനെ കൈപിടിച്ചവരെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തി കരമയർത്തി ദൈവത്തിന് നന്ദി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീക്ഷ്ണതയോടെ നമ്മളെന്ത് സുഖമായിട്ട് നമ്മൾ കസേരയിരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കും. അപ്പൊ എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. നടുവിന് വേദനയുണ്ട്. ആ വേദനയിൽ നിൽക്കുമ്പോൾ കർത്താവ് കാൽവരിയിൽ ആ മരക്കുരിശിനോട് ചേർന്ന് ആ കർത്താവിൻ്റെ ആ നടുവ് മുട്ടി നിൽക്കുകയാണ്. അവിടെ മുഴുവൻ അടിച്ച് മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുക. ആ അസ്ഥി എങ്ങോട്ട് ചേർന്ന് നിൽക്കുക? ആ മരക്കുരിശിനോട് ചേർന്ന് നിൽക്കുക. വചനം തടികഷത്തോട് ചേർന്ന് നിൽക്കുക. എന്തിനു വേണ്ടിയാ? എന്റെ കയ്പ് നിറഞ്ഞ ജീവിതത്തെ മധുര ജീവിതമാക്കി മാറ്റുവാനാ. ആ സഹനത്തോട്, ആ പീഡാസഹനത്തോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ എന്റെ നട്ടലിന്റെ വേദന വിട്ടൊഴിഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ ദിവസം കുടമാളൂർ നടക്കുന്ന ശുശ്രൂഷയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു അമ്മച്ചിയെ കർത്താവ് ഇങ്ങനെ തൊട്ട് സുഖപ്പെടുത്തുന്നതിന് കാണുകയാണ്. അപ്പൊ കർത്താവ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞൊരു അമ്മച്ചിയുടെ ശരീരത്തിൽ ആ വേദന നീ കർത്താവ് തരിക. ഒരു സൈഡ് മുഴുവൻ തളർന്നിരിക്കുകയാണ്. ഒരു ശരീരം മുഴുവൻ ബലം നഷ്ടപ്പെട്ട് വേച്ച് നടക്കുന്ന ഒരു അമ്മച്ചിയെ കർത്താവ് ഇങ്ങനെ കാണിച്ചിരുന്നിട്ട് എന്നോട് പറയാൻ ഞാനവിടെ സുഖപ്പെടുത്താൻ പോവുക. അവളുടെ പാപങ്ങൾ, അവളുടെ രോഗങ്ങൾ, അവളുടെ ബന്ധനങ്ങളെല്ലാം ഞാൻ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സൗഖ്യം കൊടുക്കാൻ പോവുക. ഞാൻ വിളിച്ചു പറഞ്ഞു, ഒരു സഹോദരിയെ ഒരു വശത്തിന്റെ തളർച്ച, ഒരു കാലിന്റെ വേദനയെല്ലാം ഈശോ ഇപ്പൊ ഏറ്റെടുത്തോണ്ടിരിക്കുക. അന്നേരം ഒന്നും സംഭവിച്ചില്ല. പറയുന്ന സമയത്ത് ഒന്നും തന്നെ സംഭവിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ആ അമ്മച്ചി പരിശുദ്ധ കുർബാനയെ, കർത്താവിന്റെ കാൽവരി സ്നേഹത്തെ അനുസ്മരിക്കുന്ന ആ സമയത്ത് ശരീരത്തിലൂടെ ഒരു ചൂട് അനുഭവം ഉണ്ടാവുകയാ. കാൽവരിയിൽ ബലിയർപ്പിക്കുമ്പോൾ, കർത്താവ് ബലിയർപ്പിച്ചപ്പോൾ ഒഴുകിയ പരിശുദ്ധമായ രക്തം ഈ സഹോദര ശരീരത്തിലേക്ക് പരിശുദ്ധ കുർബാന മധ്യത്തിലോ വ്യാപരിച്ചപ്പോൾ ആ സഹോദരി ആ കുർബാന മധ്യത്തിലോ സൗഖ്യം പ്രാപിച്ചു. കരമുയർത്തി തമ്പുരാനെന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി എന്ന ഒരു ചേച്ചി ബസ് കയറി പോരുന്നതായിരിക്കും, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. ഞാൻ ചേച്ചി ബസ്സിന്റെ സ്വരം കേൾക്കുന്നുണ്ടല്ലോ, ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്, ഇത് എവിടെയാ? ഞാൻ ബസ്സിൽ യാത്ര ചെയ്തോണ്ടിരിക്കും. എങ്ങോട്ട് പോവാ? നാഗമ്പടത്തിന് പോവോ? അപ്പൊ ഞാൻ ചേച്ചി അവിടെ ചെന്ന ചേച്ചി ഇപ്പൊ തിടക്കത്തിൽ അങ്ങോട്ട് പോകുന്ന അവിടെ നൊവേനയുടെ സമയാ. നൊവേന കൂടാൻ മാത്രമായിട്ട് ഈ ചേച്ചി ഒന്നും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കത്തില്ല. കർത്താവിന്റെ കാൽവരി ബലി അനുസ്മരിക്കുമ്പോൾ പ്രിയ ദൈവജനമേ, അനുഗ്രഹത്തിന്റെ പെരുമഴ അവിടെ ഒഴുകിയിറങ്ങുന്നത്. ഈ സഹോദരിക്ക് രക്ഷ എവിടെ നിന്ന് ലഭിച്ചെന്ന് അറിയത്തില്ല. അധ്വനസുണ്ടാണ് എങ്ങോട്ടാ കൈ ചൂണ്ടി പിടിച്ചിരിക്കുന്നത്? വചനത്തെ കെട്ടിപ്പിടിച്ചിരിക്കുകയാ. തിരുവചനത്തെ സ്വന്തമാക്കിയപ്പോൾ സാത്താന്റെ മേൽ അധികാരം കിട്ടുകയാ. പ്രിയ ദൈവജനമേ, പത്രോസിന് കൊടുത്ത ആ വലിയ അധികാരം, സ്വർഗത്തിന്റെ താക്കോലുകള് പത്രോസിന്റെ കയ്യില് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുക, യേശു ഏൽപ്പിച്ചു കൊടുക്കുകയാ. പത്രോസിന് കൊടുത്തത് സ്വർഗത്തിന്റെ താക്കോലുകളാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസ് എന്ത് ആഗ്രഹിക്കുന്നോ അത് തുറന്നെടുക്കുവാനുള്ള താക്കോൽ കൂട്ടമാണ് പത്രോസിന്റെ കൈകളിലേക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തത്. കരമുയർത്തി ഒന്ന് നന്ദി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ രക്ഷ ഇതിലൂടെ ദൈവം നൽകിയത് ഇതിലൂടെയാ.
പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പരിശുദ്ധ കുർബാനയുടെ അല്ലാതെ രക്ഷ നമുക്ക് അനുഭവിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. അവൻ അപ്പമായി തീർന്നിരിക്കുകയാണ്. അപ്പസ്തോലന്മാരെ തിരിച്ചറിയാതെ മൗസിലേക്ക് പോകുന്നുണ്ട്. അവർക്കൊന്നും അറിയത്തില്ല. അവര് പോകുമ്പോ കർത്താവ് ഇത് വചനം കൊടുത്തു നോക്കുക. പ്രിയപ്പെട്ടവരെ, വചനം പറഞ്ഞു നോക്കി. യേശു തന്നെ നേരിട്ട് വചനം പറഞ്ഞു നോക്കിയപ്പോൾ അവരുടെ ഹൃദയം മാത്രം ജ്വലിച്ചേ ഉള്ളൂ. അവർക്ക് യേശുവിനെ അനുഭവിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. വെളിപ്പെടുത്തി തരും. വചനം കേട്ടാൽ മാത്രം ഒന്നും സംഭവിക്കത്തില്ല. വചനം കേട്ട് പരിശുദ്ധ ബലി അനുസ്മരിക്കുമ്പോൾ യേശുവിനെ സ്വന്തമാക്കുമ്പോൾ അന്തോനിയസ് സ്വന്തമാക്കിയ പോലെ, അൽഫോൻസാമ സ്വന്തമാക്കിയതുപോലെ, വിശുദ്ധര് സ്വന്തമാക്കിയതുപോലെ വചനത്തെ സ്വന്തമാക്കുമ്പോൾ സാത്താന്റെ മേൽ ദൈവം അധികാരം നൽകിയ, സകലതിന്റെ മേൽ അധികാരം നൽകിയ കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങള് പരിശുദ്ധ കുർബാനയിൽ അവർ പങ്കുചേരും. വിശ്വാസി എന്ത് ചെയ്യുന്ന പറയുമ്പോ ആരാധന കഴിയുമ്പോ പതുക്കെ അങ്ങ് പോവും. ദൈവത്തെ ആരാധിക്കാൻ ബന്ധനം അഴിഞ്ഞു നിൽക്കുന്നേ ഉള്ളൂ. രക്ഷ എനിക്ക് അനുഭവിക്കണം. എന്ത് സംഭവിക്കണം? പരിശുദ്ധ കുർബാനയാന്ന് യേശുവിനെ ഞാൻ സ്വന്തമാക്കുമ്പോൾ, അന്തോനീസ് സ്വന്തമാക്കിയതുപോലെ വചനത്തെ ഞാൻ സ്വന്തമാക്കുമ്പോൾ, ഈശോ ഇവിടെ അന്തോനീസിന്റെ കയ്യിൽ ഈശോ ഇരിക്കുക. കാൽവരി സ്നേഹം കൂടെ നിൽക്കുകയാ. അന്തോനീസ് വചനമായിട്ട് മാറുക. വചനത്തെ സ്വന്തമാക്കിയപ്പോൾ സകലത്തിന്റെ മേൽ ആധിപത്യം കിട്ടി. അന്തോനീസ് മുന്നോട്ട് മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുക, അന്തോനീസ് ആ തടസ്സം ഒന്ന് മാറ്റിത്തരാവോ? നിത്യജീവന്റെ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടേണ്ടത്. അന്തോനീസ് ആ തടസ്സം, ജോലി മേലെ തടസ്സം ഒന്ന് എടുത്തു മാറ്റി വീണ്ടും വിദേശത്തോട്ട് പോയി. ഇവിടെ ചേച്ചി പ്രാർത്ഥന നിർത്തി, ചേട്ടനും പ്രാർത്ഥന നിർത്തി, പെങ്കൊച്ചും പ്രാർത്ഥന നിർത്തി. ബലിയോടുള്ള സ്നേഹം അവിടെ നഷ്ടപ്പെടുകയാ. കർത്താവിന്റെ കാൽവരി ബലിയോടുള്ള സ്നേഹം നഷ്ടപ്പെട്ട് ഇവരെ ഭവനത്തിൽ കുത്തിയിരിക്കുക. ഇനി വരുന്ന പൈസ അനുഭവിക്കാൻ വേണ്ടി. ഇവിടെ സംഭവിച്ചെന്ന് പറയുമ്പോ മോളുടെ ഡെഡ് ബോഡിയ 6 മാസത്തിനുള്ളിൽ ഭവനത്തിലേക്ക് കടന്നു വന്നത്. കർത്താവിന്റെ കാരുണ്യത്തിന് മുമ്പിൽ കരമുയർത്തി, കാര്യസാധ്യത്തിനല്ലാതെ ദൈവത്തിന്റെ കാരുണ്യത്തെ സ്വന്തമാക്കുവാൻ വേണ്ടി ഒന്ന് കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കാരുണ്യം അനുഭവിക്കണ്ടേ ഈ ലോക ജീവിതത്തില്? ദൈവത്തിന്റെ കാരുണ്യം ഞാൻ അനുഭവിക്കണം. അത് ഇതിലൂടെയാ സിസ്റ്റർ ഫൗസ്റ്റീന പറഞ്ഞെന്താ? ഏത് പാപിയാണെങ്കിലും, ഏത് കൊടും പാപത്തിന്റെ അവസ്ഥയിലുള്ളവനാണെങ്കിലും അവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ കാരുണ്യത്തിലോ പങ്കുചേരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവന് ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരുകയാ. സ്വർഗരാജ്യം അവനിലോ പൂവണിയുകയാ. സ്വർഗത്തിന്റെ അഭിഷേകം അവന് നിലനിൽക്കുകയാ. നമുക്കിത് വേണ്ട. നമുക്ക് എന്താ സംഭവിക്കണ്ടേ? ജോലി കിട്ടിയാൽ രക്ഷപ്പെട്ടു, കടമൊന്ന് മാറി കിട്ടിയാൽ രക്ഷപ്പെട്ടു, എന്റെ രോഗം ഒന്ന് മാറിയാൽ രക്ഷപ്പെട്ടു. ഈ സഹനത്തിൽ, ഈ വേദനയിൽ നിന്ന് പ്രാർത്ഥിക്കണം. എന്റെ വയറിനുള്ളിൽ ഒത്തിരി അസ്വസ്ഥത. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ ശുശ്രൂഷിക്കായിട്ട് വിളിച്ചാൽ ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് വയറിനുള്ളിൽ എന്തൊരു അസ്വസ്ഥതയാണ്, അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. മെഡിസിൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. 2 ആഴ്ച മുമ്പ് അച്ഛനെ വിളിച്ച് വരാവുന്ന ദിവസം. ഇവിടെ പീഡ കർത്താവ് എനിക്ക് തന്നിരിക്കുക ഒരു പീഡ. എനിക്കറിയാം തന്നിരിക്കുന്നത്. ഈ പീഡയിനുള്ളിൽ നിന്ന് നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇവിടെ പരിശുദ്ധാത്മാവ് സന്ദേശം, നീ 150 സങ്കീർത്തനങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഉറക്കെ വായിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പ്രേരണ തരുമോ? ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഈ 8 നോയമ്പിന്റെ സമയത്ത് ഒരു പ്രേരണ വേറെ ഒരു പ്രേരണം പോകാതെ പരിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം, ബലി അർപ്പിച്ചതിന് ശേഷം വന്നിട്ട് ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ജപമാല മുഴുവൻ ജപമാല ചൊല്ലി 7 ജപമാലയോളം ചൊല്ലി ഒരു ദിവസം മെഴുകുതിരി കത്തിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഈ 150 സങ്കീർത്തനങ്ങൾ വായിക്കാൻ ആരംഭിച്ചു. ഒരു 10-20 സങ്കീർത്തനമായപ്പോൾ എൻ്റെ ഉദര സംബന്ധമായ രോഗം എന്തോ ഒന്ന് വലിഞ്ഞു ഓർക്കുന്ന ഒരു അനുഭവം കിട്ടുക. എനിക്കറിയാം പീഡയാണെന്ന് അറിയാം. ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു പീഡയാണ്. ഈ പീഡയുടെ മേല് ആരധികാരം തരുമോ? ദൈവം അധികാരം തരുമോ? ഞാനവിടെ നിരാശനായി പ്രാർത്ഥിക്കാൻ പറ്റാതെ ഒരു അവസ്ഥ വരും. എപ്പോഴും ഞാൻ അച്ഛനെ ശുശ്രൂഷിക്കാനായിട്ട് വരാൻ ബുദ്ധിമുട്ട്. അങ്ങനെ അത്രയും പിടിച്ചു വലിക്കുക. ആര് പിടിച്ചു വലിക്കുക? ഈ രോഗാവസ്ഥ നമ്മളെ പിടിച്ചു വലിക്കുമ്പോൾ ആ രോഗത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിന്റെ പുറത്ത് കയറി ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചോദിക്കുമ്പോൾ മഹത്വം ഇറങ്ങി വരുമ്പോൾ ഈ രോഗം നമ്മുടെ ശരീരം വിട്ട് ഇറങ്ങിപ്പോകും. നമ്മൾ പ്രാർത്ഥനകളിൽ ശുശ്രൂഷ നിൽക്കുന്നവര് ഇങ്ങനെ കരങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. ചില പീഡകൾ നമ്മളെ കയറി പിടിക്കും. ആ പീഡ വിട്ടുപോകണമെങ്കിൽ കർത്താവ് പരിശുദ്ധാത്മാവ് ആരും സന്ദേശം തരും. ഇങ്ങനെയായിരുന്നു പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ, പുത്രനായ യേശു പ്രാർത്ഥിച്ചതുപോലെ സങ്കീർത്തനങ്ങൾ വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യം തരുതി. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. എന്ന് സംഭവിക്കണം? ആത്മാവിനെ വിളിച്ച്, ആത്മാവിനെ ആഗ്രഹിച്ചു പ്രാർത്ഥന. ലോകത്തെ ആഗ്രഹിക്കുമ്പോൾ ആത്മാവ് പ്രവർത്തിക്കുക ഒരിക്കലും പ്രവർത്തിക്കത്തില്ല. കടബാധ്യതകളിലൂടെ, തകർച്ചകളിലൂടെ, ദുരിതങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന എന്തിനു വേണ്ടിയിട്ടാ?
കർത്താവിനെ വിളിക്കാൻ വേണ്ടിയാ. കഷ്ടതയുടെ അപ്പം ക്ലേശത്തിന്റെ ജലവും തന്നാലും ഗുരു മറഞ്ഞിരിക്കുന്നില്ല. ഗുരു എവിടെയുണ്ട്? ഗുരു നിന്റെ മുമ്പിലുണ്ട്. അപ്പത്തിനുള്ളിലെ ഗുരുവുണ്ട്. ആ ഗുരുവിനെ നീ ദർശിക്കുവാനാ, ദിവ്യ കാരുണ്യത്തെ, ദൈവത്തിന്റെ കാരുണ്യത്തെ നീ ദർശിക്കുവാനായിട്ട്. ഈ കാരുണ്യത്തെ ദർശിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നേ? കാരുണ്യം എന്നിലേക്ക് ഒഴുകപ്പെടുകയാണ്. പ്രിയ ദൈവജനമേ, കാൽവരിയിൽ അർപ്പിച്ച ആ ബലിയുടെ ശേഷം കർത്താവിന്റെ കാരുണ്യം ദൈവജനത്തിന്റെ മേൽ തുറക്കപ്പെട്ടിരിക്കുകയാ. പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിന്റെ കാരുണ്യം പെരുമഴ പോലെ ഇസ്രായേൽ മക്കളിലേക്ക് പെയ്തിറങ്ങുകയാ. ഇത് മക്കൾക്ക് വെച്ചിരിക്കുന്ന അപ്പ നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കാറില്ല. പ്രിയ ദൈവജനമേ, ഇത് ഇസ്രായേലിന് ദൈവം കൊടുത്ത മഹത്വത്തിന്റെ അഭിഷേകമാണ്. കരമുയർത്തി അഭിഷേകത്തെ ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, കരമുയർത്തി വിളിച്ച് അഭിഷേകം യേശുവേ, 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 യേശുവേ നന്ദി. എല്ലാത്തി സകലതിന്റെയും മേൽ ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഒരു പീഡ അല്ലെങ്കിൽ രോഗം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? പ്രാർത്ഥിക്കാൻ തടസ്സം. കാരണം ഇതൊരു അരൂപിയ രോഗാരൂപി. എന്നെ പ്രാർത്ഥിക്കാൻ തടസ്സം ദൈവം അനുവദിച്ചിരിക്കുന്ന, എന്റെ വിശുദ്ധീകരണത്തിന് അനുവദിച്ചിരിക്കുന്ന സാധനമാണ്. എന്ത് സംഭവിക്കും? അതെനിക്ക് സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞ ഒരു ക്യാൻസർ രോഗി കണ്ടു. ബ്രദറെ, നിങ്ങൾ ഇന്നലെ നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതയില് വിശ്വാസ വർഷ കൺവെൻഷൻ ആരംഭിക്കുക. അതിലേക്ക് രൂപത എന്നെ കൂടെ തിരഞ്ഞെടുത്തു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ധ്യാനം ഇന്നലെ രാവിലെ തൊട്ട് നടക്കുകയായിരുന്നു. രാവിലെ വൈകുന്നേരം 5 മണി തൊട്ട് 9 മണി വരെ നടക്കുകയായിരുന്നു. അപ്പൊ പിതാവ് ക്ലാസ് എടുത്തു. അങ്ങനെ ഒരു വലിയൊരു അഭിഷേകത്തിന്റെ സമയമായിരുന്നു. ഇവിടെ അതിനുശേഷം ഞാനൊരു വൈദികനോട് എൻ്റെ അച്ഛനോട് അച്ഛനെ ഞാനോട് യാത്ര ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞ ഒരു കാര്യം, ഒരു ക്യാൻസർ രോഗി കഴിഞ്ഞ ദിവസം ബ്രദറെ കണ്ടു. അവരെ ക്യാൻസറിന്റെ കൂടി ആ സിസ്റ്റർ അച്ഛനോട് പറയാം, ബ്രദർ സിസ്റ്റർ അച്ഛനോട് അച്ഛൻ അറിഞ്ഞോ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. വളരെ സന്തോഷത്തോടെയാ ആ രോഗത്തെ ആ സഹോദരി സ്വന്തമായി സ്വീകരിച്ചപ്പോൾ അച്ഛൻ പറയുക, ആഴ്ചകൾക്ക് ശേഷം ഈ രോഗം ആ സിസ്റ്ററിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയി. അതിനെ സ്വീകരിച്ചു. ദൈവം എനിക്ക് തന്നതാണെന്നുള്ള ദൈവന്റെ വിശുദ്ധീകരണത്തിന് എനിക്ക് അതിന്റെ മേൽ അധികാരം നൽകുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ ദാനമാണ് എന്ന് ഒരു വലിയ ചിന്താഗതി കടന്നു വന്നപ്പോൾ സിസ്റ്ററിന്റെ ശരീരത്തിൽ നിന്ന് ഈ ക്യാൻസർ രോഗം അപ്രത്യക്ഷമായി എന്ന് അച്ഛൻ പറയുക. നിരാശയിലേക്ക് പോയില്ല. നിരാശയിലേക്ക് കൊണ്ടുവന്ന ആരാ? അശുദ്ധാരൂപികളാ. പൈശാചത്തിൽ അങ്ങോട്ടുള്ള നിരാശയിലേക്കാ. ഈശോ പറയുന്നത് കുരിശെടുക്കാൻ ഇത് വഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. മാനുഷിക തലത്തിൽ കർത്താവ് സംസാരിക്കുക. ഇത് എനിക്ക് എടുക്കാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. പിതാവെ, അവിടുത്തെ ഹിതം നിറവേറ്റുക മാത്രമാണ് പുത്രന്റെ ദൈവിഷ്ടം. പിതാവിന്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതാണ്. പ്രിയ ദൈവജനമേ, ആ ഹിതം നിറവേറ്റുവാൻ വേണ്ടി അത് എടുക്കുവാൻ തയ്യാറായപ്പോൾ ആ സഹനം രക്ഷാകരമായി തീർന്നു. കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 13 മുതലുള്ള തിരുവചനം. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ചിലർ സ്നാപയോഹന്നാൻ എന്ന് പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു ഏലിയ എന്നും, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയും. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണോ? ആഴമായ ദൈവിക ബോധ്യം അവിടെ വെളിപ്പെടുത്തുകയെ പ്രിയപ്പെട്ടവരെ, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവാണെന്നുള്ള ആ വലിയ കാര്യം ആര് വെളിപ്പെടുത്തുകയാ? അത് ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നും അല്ല പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് പത്രോസ് വിളിച്ചു പറയുകയാ, ഇത് ദൈവത്തിന്റെ പുത്രനാണ്. പരിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പൂർണ്ണതയുണ്ടോ? ഇല്ല. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഒരപ്പമായിട്ട് കാണുന്നുള്ളൂ, അതിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അപ്പത്തിനുള്ളിലോ യേശു ഉണ്ട് എന്നുള്ള ആ വിശ്വാസം തരുന്ന ആരാ? പരിശുദ്ധാത്മാവ. ആ പരിശുദ്ധാത്മാവായ ദൈവം ആ വിശ്വാസത്തിന്റെ ആഴം എനിക്ക് തരുമ്പോൾ ആ ജീവിക്കുന്ന ദൈവമാണ് എന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. വിശ്വാസത്തിലൂടെയാണ് കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വിശ്വാസം ഇല്ലാതെ കുർബാന സ്വീകരിച്ചാൽ എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. വിശുദ്ധി ഇല്ലാതെ യേശുവിനെ സ്വീകരിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പറഞ്ഞ ചേട്ടൻ ചേട്ടൻ നല്ല ഭക്തനാ, രാവിലെ കുർബാനയ്ക്ക് പോകും,
അതിനുശേഷം ചേട്ടൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? സ്മോൾ അടിക്കും. അതിനുശേഷം പിറ്റേ ദിവസം എന്ത് ചെയ്യും? കുർബാനയ്ക്ക് പോകും. ചേട്ടൻ മദ്യപിക്കും. പക്ഷെ ചേട്ടൻ്റെ കുഴപ്പമുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ വയലന്റ് ആവും. വയലന്റ് ആയി കഴിഞ്ഞാൽ ചേട്ടൻ അത് വീട്ടിലുള്ളതെല്ലാം തല്ലിപ്പൊട്ടിക്കും. അപ്പൊ ചേട്ടൻ വസിക്കുന്നത് ദൈവമാണോ അതോ അശുദ്ധാരൂപിയാണോ? പാപത്തിലൂടെ ദൈവരാജ്യത്തെ സ്വന്തമാക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ അതിലൂടെ കടന്നു വരുന്ന ദൈവമല്ല, അശുദ്ധിയാണ്. കുടുംബത്തെ തകർക്കുന്ന തിന്മയുടെ സ്വരൂപങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയോടെ ദൈവത്തെ സമീപിക്കുക. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. പത്രോസ് പറഞ്ഞ ദൈവം ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവാണ്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ അപ്പത്തിൽ വസിക്കുന്ന യേശു ചോദിക്കുക, ഈ അപ്പത്തില് ആരാണെന്നാണ് ജനം പറയുന്നത്? അവർ പറഞ്ഞ യോഹന്നാനാണ്, സ്നാപയോഹന്നാനാണ്. പല കാര്യങ്ങളും അവർ പറഞ്ഞു. എലിയായാണെന്നൊക്കെ പറഞ്ഞു, പലതും പറഞ്ഞു. പക്ഷേ പത്രോസ് ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവാണ്. പ്രിയ ദൈവജനമേ, നമ്മൾ എന്താ വിശ്വസിക്കുന്നേ? ഭയങ്കര വിശ്വാസികളോ നമ്മള്. പക്ഷെ കൃപയുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പാപത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ? കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ പറഞ്ഞു, ഞാൻ നല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തി, നല്ല മനുഷ്യനല്ലേ ബ്രദറെ? സത്യമായിട്ടും നല്ലൊരു പയ്യനാ. 24-25 വയസ്സേ ഉള്ളൂ. ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ്. മോളെ എന്നൊക്കെ വിളിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് അതിയായില്ല. ഭയങ്കര സ്നേഹം, ഭയങ്കര കാര്യമാണ്. കണ്ട ഒരു കുഴപ്പം പറയാനില്ല. കൗൺസിലിംഗ് എടുത്തു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പനോട് തന്നെ എത്ര ശത്രുത ബ്രദറെ? അത് അപ്പം കഴിഞ്ഞ ദിവസം എനിക്കിട്ട് ഒരു അടിയടിച്ചു. അടിച്ചപ്പോൾ ഞാൻ ചെയ്യുന്നറിയുമ്പോ പോടാന്ന് വിളിച്ചു. അപ്പൊ അപ്പൻ എന്നെ കൊല്ലുന്ന വാക്കത്തി എടുത്തപ്പോൾ ഞാൻ പിന്നെ വേറെ എന്തൊക്കെ വിളിച്ചു. കൃപയുണ്ടോ? ഞാൻ ചോദിച്ചു, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് കർത്താവിന്റെ ഒരു വചനമുണ്ട്. പ്രഭാഷകനോട് ദൈവം അരുളി ചെയ്ത ആ വചനത്തിന് നീ എപ്രകാരം നിന്നേ അതിനെ അനുസരിക്കാൻ നിനക്ക് സാധിച്ചോ? ഇല്ല ബ്രദറെ. പയ്യന്റെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീരിട്ടിട്ട് ഒഴുകാൻ തുടങ്ങി. എനിക്ക് ആ വചനത്തെ അനുസരിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ശാപഗ്രസ്തമായ അവസ്ഥ ജീവിതത്തിലേക്ക് കടന്നിരിക്കുക. അവൻ പോയി ടെസ്റ്റ് എഴുതി. ബ്രദറെ, ഞാൻ പോയി ടെസ്റ്റ് എഴുതിക്കോട്ടെ ചോദിച്ചു. ധൈര്യമായിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല, നീ പോയി എഴുതിക്കണം പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ടെസ്റ്റ് ഒക്കെ എഴുതി പാസ്സായി. ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊരൊറ്റ ചോദ്യം ചോദിക്കുക, മോനെ, നീ പഠിച്ചതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നിനക്കിപ്പോ ഒരു 40,000 രൂപ ഇതിനകത്ത് സാലറി കിട്ടും. ഒരു 60,000 80,000 രൂപ സാലറി കിട്ടുന്ന ജോലി നിനക്ക് കിട്ടേണ്ടതാ. നിനക്ക് ഈ ജോലി വേണോന്ന് ചോദിച്ചു. ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞ ഇവനെ ഈ 40,000-ലേക്ക് 60,000-ലേക്ക് നോക്കി ഈശോയെ കൊണ്ടുവന്ന് മലമുകളിൽ നിർത്തിയിട്ട് സാത്താൻ ചോദിക്കുന്നത്, ഇത് കണ്ടോ, ഇതൊക്കെ കാണണം, നിനക്ക് ഇതൊക്കെ വേണമെങ്കിൽ എന്നെ കുമ്പിട്ട് ആരാധിക്കണം. ഇവൻ 60,000 കണ്ടപ്പോൾ 60,000 കുമ്പിട്ട് ആരാധിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ 40,000 അവന് നഷ്ടപ്പെട്ടു പോകുക. ആരാ പ്രചോദനം കൊടുത്തേ? ഇവന്റെ ഉള്ളിലുള്ള ശാപഗ്രസ്തമായ വാക്കുകള് ആ സമയത്ത് ഇവനെതിരായി തീർന്നു. ബ്രദറെ, എന്താ സംഭവിച്ചത് എനിക്കറിയത്തില്ല. നിന്റെ അകൃത്യം നിന്നെ ദൈവത്തെ തമ്മിൽ അകറ്റിയിരിക്കുക. 40,000 രൂപ സാലറി കിട്ടേണ്ട ജോലിക്ക് കടന്നുകൊണ്ട മകൻ, അവന്റെ പാപം അവനെ ദൈവത്തെ തമ്മിൽ അകറ്റിയപ്പോൾ ദൈവത്തിന് തക്ക സമയത്ത് അവനിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ല. ഇത് പാപമാണെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. മക്കളെ, കരമൊന്നുയർത്തി പാപബോധവും പശ്ചാത്തലവും തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിച്ച് പാപബോധം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ സ്വരമുയർത്തി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇവിടെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛാ, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ പള്ളിയിലും പോകുന്നുണ്ട്, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ട്. ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താ? ചില പാപങ്ങള് പാപമാണെന്ന് തിരിച്ചറിയാതെ പാപബോധം ഇല്ലാതെ ഉള്ളൊരു ജീവിതം നയിക്കുമ്പോൾ ദൈവമായിട്ട് നാം അകന്നു നിൽക്കുക. പത്രോസിനോട് ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു, അത് എന്താ പറഞ്ഞേ? യോഹന്നാനാ. ഈശോയെ കാണിച്ചിട്ട് ഈശോയ്ക്ക് ഞാൻ ആരാന്ന് പറയുന്നേ? യോഹന്നാനാന്ന് പറയുന്നത്. ജെറമിയാന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് എന്താ? നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ രക്ഷകനായ യേശുനാഥന ഞങ്ങളെ രക്ഷിക്കുവാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന നാഥനും രക്ഷകനുമായ മിശിഹായാണ് നീ എന്ന് അവിടെ വ്യക്തമാക്കുമ്പോൾ കൃപ ഒഴുകപ്പെടുന്ന. കരമൊന്നുയർത്തി ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് പറയുന്നുണ്ട്, ശിമിയോൻ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്വനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നിന്റെ ശരീരവും നിന്റെ മാംസവും നിന്റെ രക്തമൊന്നും അല്ല ഇത് വെളിപ്പെടുത്തുന്നത്. സ്വർഗീയ പിതാവാണ് നിനക്ക് ഈ വലിയ രക്ഷയുടെ അഭിഷേകം വെളിപ്പെടുത്തി തന്നതെന്ന് ഈശോ പറയുകയാണ്.
പരിശുദ്ധ കുർബാനയിലെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തി തരുന്ന ആരാ? പിതാവായ ദൈവം. ആ ദൈവം ആകർഷിക്കപ്പെടാതെ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടേ? പിതാവേ, എൻ്റെ മേൽ കുർബാനയിലെ ദൈവിക രഹസ്യം, പത്രോസ് പറഞ്ഞ ആ വലിയ ദിവ്യകാരുണ്യ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു മക്കള്. പത്രോസിന് കൊടുത്ത അതേ അധികാരം തന്നെയാ കൈവപ്പിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചു. അപ്പൊ എന്തിന്റെ ഒക്കെ മേൽ അധികാരമുണ്ട്? സകലതിന്റെ മേൽ അധികാരമുണ്ട്. ഒന്നിക്കൂടെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൈസ പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. നിന്റെ ഈ വിശ്വാസത്തിന്റെ മേല, നിന്റെ പാറ പോലുള്ള ഈ വിശ്വാസമാണ് ഈ ജനമധ്യത്തില് എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിനക്ക് ഈ വിശ്വാസ രഹസ്യത്തെ വെളിപ്പെടുത്താൻ സാധിച്ചത്. നിന്റെ ആഴമായ എന്നിലുള്ള ആ വിശ്വാസവും വിശ്വസ്തയുമാണെന്ന് കർത്താവ് വെളിപ്പെടുത്തുക. ആ വിശ്വാസത്തിന്റെ മേല ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. പത്രോസിന്റെ വിശ്വാസത്തിന്റെ മേലാണ് പ്രിയപ്പെട്ടവരെ യേശുവിന്റെ സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. കരമുയർത്തി ആ നമുക്ക് ഓരോരുത്തർക്കുമുള്ള വിശ്വാസത്തിന്റെ മേല ഇന്ന് സഭ നിലനിൽക്കുന്നത്. ഓരോ ഇസ്രായേൽ മക്കളുടെയും വിശ്വാസത്തിന്റെ മേല രക്ഷ നിലനിൽക്കുന്നത്. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, 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 യേശുവേ. വീണ്ടും പറയുക, കർത്താവ് പറയാ, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുത്തുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ആ വലിയ വിശ്വാസത്തോട് ചേർന്ന് വെക്കുമ്പോൾ എന്തിന്റെ താക്കോല് നമുക്ക് കിട്ടുന്നേ? സ്വർഗരാജ്യത്തിന്റെ താക്കോല്, തിരുവചനം നമുക്ക് കിട്ടുക. ഞാൻ ചോദിക്കുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുമ്പോൾ തുറന്നെടുക്കുവാൻ തക്കവിധം ദൈവമായ കർത്താവ് ഇസ്രായേലിന് സ്വർഗരാജ്യത്തിന്റെ താക്കോല്, പരിശുദ്ധ കുർബാനയാകുന്ന താക്കോല്, തിരുവചനത്തിന്റെ അഭിഷേകം ദൈവമായ കർത്താവ് എനിക്ക് തരികയാണ്. മക്കള് പ്രാർത്ഥിച്ചേ, ഇതാ നമുക്ക് ആവശ്യം. നരക കവാടം അതിനെതിരെ പ്രബലപ്പെടത്തില്ല. സഭയ്ക്കെതിരെ പിശാചിന് നിലയുറപ്പിക്കുവാൻ സാധിക്കത്തില്ല. ദിവ്യകാരുണ്യ ശക്തിക്ക് മുകളില്, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുകളില് പിശാചിന് ഭരണം നടത്തുവാൻ സാധിക്കത്തില്ല എന്നുള്ള ആ വലിയ ദൈവിക രഹസ്യം പത്രോസിന് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാ. സഭയോട് ചേർന്ന്, സഭാമാതാവിനോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പത്രോസിനെ സ്നേഹിക്കുമ്പോൾ ആരെ സ്നേഹിക്കുന്ന? ഈശോയെ സ്നേഹിക്കുക. ഈശോയെ സ്നേഹിക്കുമ്പോൾ ആരെ സ്നേഹിക്കുന്നത്? പത്രോസിനെ സ്നേഹിക്കുക. പത്രോസിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആരെ സ്നേഹിക്കും? പുരോഹിതരെ സ്നേഹിക്കും. പുരോഹിതനെ സ്നേഹിക്കുമ്പോൾ പ്രിയ ദൈവജനമേ, തിരുവചനം നമ്മളിലേക്ക് കടന്നു വരുമോ? ഈ വചനങ്ങള് സഭയോട് ചേർന്ന് സഭയെ അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം നമ്മളിലേക്ക് കടന്നു വരും. അനുസരണയുള്ളവരായി തീരാൻ പത്രോസ് അനുസരണയുള്ളവനായിട്ട് നിൽക്കുക. കർത്താവിന് മുമ്പിൽ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ആത്മാവേ, ഒന്ന് കാണിച്ചു തരണേ, ഒന്ന് പറഞ്ഞു തരണേ. 12 അപ്പസ്തോലന്മാര് കൂടെയുണ്ട്. പത്രോസ് മാത്രം പ്രാർത്ഥിക്കുക, ദൈവമേ നീ വെളിപ്പെടുത്തി തരണേ, ഇവൻ ആരെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ? എന്നിട്ട് പോലും നിൽക്കാൻ പറ്റിയ പത്രോസിന് ഈശോയുടെ കൂട്ടത്തില്? ഈശോ ആരെന്ന് തിരിച്ചറിഞ്ഞ പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയണേ. ഈശോയെ തിരിച്ചറിഞ്ഞാൽ പോലും എന്ത് സംഭവിക്കും? തള്ളിപ്പറയേണ്ട ഗതികേട് കടന്നു വരുന്നുണ്ടെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരും. ഓരോ ഇസ്രായേൽ മകനും മകൾക്കും കർത്താവ് വെളിപ്പെടുത്തി തരികയാ. പ്രിയപ്പെട്ടവർ, എന്തുമാത്രം ചേർന്ന് നിന്നാലാ ദൈവരാജ്യം സ്വന്തമാക്കാൻ സാധിക്കും. പ്രലോഭനം ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് ആലുവ എന്നൊരു ചേട്ടൻ ഇങ്ങനെ വന്ന് ശുശ്രൂഷയെ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു 33 ആരാധന കൂടിക്കണം പറഞ്ഞു. ചേട്ടൻ്റെ ഒരു വിശ്വാസവും ഇല്ല. ചേട്ടൻ വരും പറയും, എനിക്ക് കോണ്ടസായുണ്ട്, മറ്റതുകൊണ്ട് മറിച്ചതുകൊണ്ട്, പഴയ കാശുകാരനാ,
ഇപ്പൊ ഒന്നുമില്ല. കുറച്ച് സ്ഥലമൊക്കെ കിടപ്പുണ്ട്. സ്ഥലം വിറ്റ് കിട്ടിയാൽ കുറെ കടം മാറും. ഒരു വീടൊക്കെയാ, വീടും ഇല്ല, വാടക വീട്ടിൽ താമസിക്കുന്നത്. പഴയ സമ്പന്നനാ, ഇപ്പൊ ദാരിദ്ര്യത്തിലാണ്. വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ, ദൈവഭക്തി നഷ്ടപ്പെട്ടപ്പോൾ, വിശ്വാസരാഹിത്യം കടന്ന് നോട്ടം കൊണ്ടെന്നറിയാം സമ്പത്തിലേക്ക് നോക്കാൻ തുടങ്ങിയപ്പോൾ മഹത്വം അവിടുന്ന് പൊങ്ങിപ്പോയി. ഞാൻ എൻ്റെ മകനെ നോക്കിയിരുന്നിട്ട് ആ മകനിലൂടെ രക്ഷ കണ്ടെത്താനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവനൊന്ന് പഠിച്ചൊന്ന് വലുതായി അവൻ അങ്ങോട്ടൊന്ന് കയറി വിദേശത്തൊന്ന് പോയാൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ എൻ്റെ രക്ഷ എവിടെ? അവനാ. ഞാൻ അവരിലേക്ക് നോക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ രക്ഷ ഞാൻ അവരിലല്ല, ഞാൻ എന്റെ രക്ഷ കാണുകയാ. എന്റെ രക്ഷ എവിടെ നിൽക്കുന്ന? ദൈവത്തിലാണ്, പരിശുദ്ധ കുർബാനയിലാണ് എന്റെ രക്ഷ നിലകൊള്ളുന്നത്. ആ യേശുവിനെ രക്ഷകനും നാഥനുമായി ഞാൻ കാണുമ്പോഴാണ് എന്റെ മകനിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അനുഭവം എങ്ങനെയായിരിക്കുന്നത്? നമ്മൾ അങ്ങോട്ട് നോക്കി അവനൊന്ന് പഠിച്ചൊന്ന് വലുതായിരുന്നെങ്കിൽ അവൻ ബോൺബിറ്റായും ബൂസ്റ്റും ഒക്കെ പെട്ടെന്ന് മേടിച്ചു കൊടുക്കുക. ടീച്ചറെ അവൻ ഒരു മാർക്ക് കുറവൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, 0 ആയിട്ടെങ്കിലും ഒന്ന് ജയിപ്പിച്ചൊന്ന് വിട്ടേക്കണം. അവൻ എങ്ങനെയും പഠിച്ച് എഞ്ചിനീയറിംഗ് പാസ്സായി അവന് ശേഷം അവൻ അവിടെ പോയി ഒന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീട് രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം എന്ത് സംഭവിക്കും? ദൈവത്തിന്റെ മഹത്വം സംഭവിക്കുന്ന അറിയുമോ? അവരിൽ നിന്ന് മാറ്റപ്പെടുക. ആരെ നോക്കിയിരിക്കുക? മകനെ നോക്കിയിരിക്കുക. നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ എനിക്ക് ബലിയായി തരിക. ദൈവത്തെ എത്രമാത്രം സ്നേഹിച്ചതാ അബ്രഹാം പിതാവ്. ഒന്ന് കളിപ്പിക്കാൻ പോയത്, മകനെ ഒന്ന് കളിപ്പിച്ച് അവനിലൂടെ ശ്രദ്ധ തിരിച്ച് അവരൊന്ന് സന്തോഷിപ്പിക്കാൻ പോയ സമയത്ത് കർത്താവ് വിളിച്ചു, അബ്രഹാം, നിന്റെ നോട്ടം കൊണ്ടായി, നിന്റെ ചിന്താഗതി കൊണ്ടായി നിന്റെ മകനിലേക്ക് നിന്റെ നോട്ടം മാറിയപ്പോഴോ, ശ്രദ്ധ മാറിയപ്പോഴോ ദൈവം വിളിക്കുക, ശ്രദ്ധ ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. അബ്രഹാം, നീ തിരികെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. മടങ്ങി വരണം. എന്ത് ചെയ്യണം? നീ ഇവനെ ഹൃദയത്തിൽ നിന്ന് വിട്ടുകൊടുക്കണം. ഞാൻ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നീ അവനെ ബലിയായിട്ട് എനിക്ക് തരണം. ചില കാര്യങ്ങള് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുമാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വിട്ടുകൊടുക്കുന്ന ദൈവത്തിന് ബോധ്യമാണ്. അപ്പൊ ദൈവം പരിശോധിക്കുന്നത് എവിടെയാ? ഹൃദയം പരിശോധിക്കുന്നത്. അബ്രഹാം ഇസഹാക്കിനെ മോറിയ ദേശത്ത് ആ മലമുകളിലോ ദൈവത്തിന് ബലിയായി സമർപ്പിക്കുവാൻ ഹൃദയത്തിൽ നിന്ന് വിട്ട് കത്തി അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കപ്പെടുമെന്ന് ദൈവം കാണുക. മക്കളെ, നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്ന മകന്റെയും മകളുടെയും ഹൃദയം ദൈവം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും ഹൃദയം ഞാനോട് പ്രസംഗിക്കുമ്പോൾ എപ്രകാരം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്, എന്റെ ജീവിതത്തിൽ അത് എത്രമാത്രം പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് ദൈവമായ കർത്താവ് എന്റെ ഹൃദയം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ അശുദ്ധ ചിന്താഗതികളോടുകൂടി, വ്യർത്ഥമായ ചിന്താഗതികളോടുകൂടി ഇവിടെ നിന്നുകൊണ്ട് പ്രഘോഷിക്കുമ്പോൾ അവിടെ അഭിഷേകം ഒഴുകണമെങ്കിൽ എന്റെ ദൈവമായ കർത്താവ് എന്റെ ഹൃദയം പരിശോധിച്ചുകൊണ്ട് നീ എങ്ങനെ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അബ്രാഹാം സ്നേഹിച്ചതുപോലെ ലോകത്തിൻ്റെതായതിനെ നിനക്ക് നൽകിയിരിക്കുന്നതിനെ നീ ഹൃദയത്തിൽ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവമായ കർത്താവിനെയാണോ നീ ആരാധിക്കുന്നതോ ലോക സൗഭാഗ്യങ്ങളെയാണോ നീ ആരാധിക്കുന്നത്? വിട്ടുകൊടുക്കാൻ പറയാൻ കത്തിയെടുത്ത് കുത്താൻ തുടങ്ങിയപ്പോൾ ദൈവത്തിനറിയാം പിശാച് ഇവന്റെ ശരീരത്തിൽ ഇറങ്ങാൻ തക്ക വിധം ഇവന്റെ ഹൃദയം വിട്ടുകൊടുത്തു, ദൈവത്തിന് വിട്ടുകൊടുത്തു. അപ്പോഴാ ദൈവം വിളിച്ചു, അബ്രാഹാം അരുത്. പ്രിയ ദൈവജനമേ, എന്റെ ഹൃദയത്തിൽ നിന്ന് പലതും വിട്ടുമാറാതെ എനിക്ക് എനിക്ക് പകരക്കാരനായ ദൈവത്തിന്റെ കുഞ്ഞാടിനെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കത്തില്ല. പത്രോസിന്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുകൊടുക്കാൻ വേണ്ടി പത്രോസിനെ ചോദിച്ചത്, ദൈവം എന്ത് ചോദിച്ചു? പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? ഓ കർത്താവേ. വീണ്ടും ചോദിക്കുക, പത്രോസിനോട് ചോദിക്കുക, പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നു? വീണ്ടും ചോദിക്കുക, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? നീ അറിയുന്നില്ലേ? നീ ഹൃദയം പരിശോധിക്കുന്നവനല്ലേ? നീ എന്നെ അറിയുന്നവനല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറയുന്നതിന് 8 മണിക്കൂറുകൾക്ക് മുമ്പ് നീ പറഞ്ഞത് കൊണ്ടല്ലേ? നീ എന്റെ ഹൃദയം പരിശോധിക്കുന്നവനല്ലേ? അതുകൊണ്ട് നിനക്ക് എന്റെ ഇപ്പൊ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ അറിയുന്നില്ലേ? കർത്താവേ, നീ എന്റെ ആടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ നീ മേയ്ക്കുക. കരമുയർത്തിക്കുക മക്കളെ, കരമുയർത്തിക്കേ, ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കേ. ഹൃദയം പരിശോധിക്കുന്നവനാ ദൈവം. നിന്റെ നടപ്പും എടുപ്പും നിന്റെ പ്രവൃത്തിയെ ദൈവം കാണുകയാ. നിന്റെ ഹൃദയ തലങ്ങളെ അവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് മാറ്റം സംഭവിച്ചാലോ, നിന്റെ ഹൃദയത്തില് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം സംഭവിച്ചാലോ, നീ വിട്ടുകൊടുത്താലോ നിനക്ക് ആരെ അനുഭവിക്കാൻ സാധിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ, സ്നാപയോഹന്നാൻ കണ്ട ലോകത്തിന്റെ പാപം കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, യേശുവേ.
യേശുവേ യേശുവേ യേശുവേ. ശക്തമായിട്ട് നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നുണ്ട്, ഉള്ളു വിട്ടുകൊടുക്കാൻ. അതുകൊണ്ട് ബ്രദർ ഇങ്ങനെ പറയുന്നത്, ചില വൈരാഗ്യം, ചില വെറുപ്പുകൾ ഹൃദയത്തിന്റെ തലങ്ങളിൽ കുടിയിരുന്നു കൊണ്ട് പാവപ്രേരണ തരുന്നുണ്ട്. നിനക്ക് പറ്റുമോ? ഉപവാസം എടുക്കാൻ ഭയമുള്ളവരോടെയുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുണ്ട്. ഉപവാസം എടുത്ത് എന്ത് സംഭവിക്കും? ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചത് സംഭവിക്കും, വലിയ അനുഗ്രഹം കടന്നു വരും. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ വിധ വ്യാധികൾ പുറത്തു പോകും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതിന് ഭയം ഉള്ളവര് ഈ ആലയത്തിലുണ്ട്. ഉപവാസം എടുത്താണ്ട് കുഴപ്പം വരും, രോഗം കടന്നു വരും, പ്രശ്നം ഉണ്ടാവുന്ന കർത്താവ് തോന്നിക്ക് കർത്താവിനെ സ്വീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ. കർത്താവ് മുന്നറിയിപ്പ് തരിക, മകനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക, മകളെ ഉപവസിച്ച് നീ പ്രാർത്ഥിക്കുക, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിന്റെ ശരീരത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ദൈവത്തിന് വസിക്കുവാൻ തക്കവിധം നിന്റെ ശരീരത്തെ ശുദ്ധമാക്കുവാൻ നീ നിന്റെ തമ്പുരാനോട് പ്രാർത്ഥിച്ച് വിശുദ്ധമായ സ്ഥലത്തേക്ക് കർത്താവ് ഇറങ്ങി വരുന്നേ. ഈശോ രൂപാന്തരപ്പെടുന്നുണ്ട്. അവരപ്പമായിട്ട് രൂപാന്തരപ്പെടുന്നതിന് മുമ്പുള്ള കാര്യം പത്രോസ് ഈ കാര്യം വെളിപ്പെടുത്തിയപ്പോൾ പത്രോസിനെ ഈശോ കാണിക്കുകയാ. തബോർ മലയുടെ മുകളില് 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി. സിമിയോൻ പത്രോസിനെ, സെബദീ പുത്രന്മാർ യാക്കോബിനെ, യോഹന്നാനെയൊക്കെ ഈശോ കൊണ്ടുപോവാ. എല്ലാം ഉപേക്ഷിച്ച് തന്റെ മാതാപിതാക്കളെയും സൗഭാഗ്യങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ കടന്നു ചെന്ന ഈ അപ്പസ്തോലന്മാരെ കർത്താവ് എന്ത് വെളിപ്പെടുത്തി? ഈ സത്യം വെളിപ്പെടുത്തി കാണിക്കുന്നത് എങ്ങനെയാ സംഭവിക്കുന്ന കാണിക്കുക. ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോല് എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. തബോർ മലയുടെ മുകളില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെടുകയാണ്. അവന്റെ മുഖം സൂര്യനേക്കാൾ ശോഭയുള്ളതായി, അവന്റെ വസ്ത്രം വെണ്മയുള്ള വസ്ത്രമായി. ഇന്ന് ലോകത്തിലുള്ള ഏത് അലക്കുകാരനെ അലക്കി വെളുപ്പിച്ചാൽ അതിനേക്കാൾ ഉപരിയായി വെണ്മയുള്ള വസ്ത്രമായി അവന്റെ വസ്ത്രം മാറുകയാണ്. പ്രിയ ദൈവജനമേ, പരിശുദ്ധ കുർബാനയിലെ ആ ദൈവസാന്നിധ്യത്തെ പത്രോസിനും യാക്കോബിനും വെളിപ്പെടുത്തുമ്പോൾ സ്വർഗം താണിറങ്ങി വന്ന് സംസാരിക്കുന്ന കാണും. ഈശോ അപ്പമായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ സ്വർഗം താണിറങ്ങി വരികയാ. ഏലിയായും മോശയും. മോശയുടെ ധൈര്യത്തോടെ പോവുകയാണ്, തീഷ്ണതയോടെ പ്രവർത്തിക്കുക. ഏലിയായുടെ ആ വലിയ ശക്തി ഭൂമിയിൽ വ്യാപരിച്ച അതേ ശക്തി ഇവർ കാണുകയാണ്. പത്രോസും യാക്കോബും യോഹന്നാനും. ദൈവസാന്നിധ്യത്തിന്റെ വലിയ ശക്തി, പ്രവാചകന്മാർ അനുഭവിച്ച ആ വലിയ ദൈവസാന്നിധ്യത്തിന്റെ അഭിഷേകം, അവർ സ്വർഗരാജ്യത്തില് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വലിയ അഭിഷേകം, ദൈവമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വലിയ സാന്നിധ്യത്തിന്റെ ശക്തി കർത്താവ് താബോർ മലയുടെ മുകളിൽ വെച്ച് അപ്പസ്തോലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മക്കള് പ്രാർത്ഥിച്ചേ. അവൻ രൂപാന്തരപ്പെടുമ്പോൾ സ്വർഗം ആരോട് സംസാരിക്കുകയാണ്? എന്നോട് സംസാരിക്കുകയാ. സ്വർഗം പരസ്പരം സംസാരിക്കുന്നത് അപ്പസ്തോലന്മാര് കണ്ടു എങ്കിലോ പരിശുദ്ധ കുർബാന മധ്യത്തിലോ സ്വർഗം താണിറങ്ങി വരിക. മക്കളെ, അപ്പത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വം, ത്രിത്വിക ദൈവത്തിന്റെ സാന്നിധ്യം വെറും അപ്പത്തിലേക്ക് കടന്നു വരുന്ന സ്നേഹത്തിന്റെ മണിക്കൂറാണ്. അവൻ സഹിയോൻ ഒട്ടുശാലയെ സ്ഥാപിച്ച പുതിയ ഉടമ്പടിയുടെ ആ നിമിഷം കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 അഭിഷേകം ഒഴുകട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകം ഒഴുകട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി. പ്രിയപ്പെട്ട നിങ്ങൾ സ്വരം ഉയർത്തിയെന്ന് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഒന്നും സംഭവിക്കത്തില്ല. ചേമ്പത്താളിലേക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാ ദൈവാനുഗ്രഹിക്കണം. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് സ്തുതിപ്പിക്കുന്നത്, നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ. നിങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ആ ദിവസം എത്തുന്നത്.
ഇവിടെ ഇരിക്കുന്ന വേദനിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥന ദിവസനെ കേൾക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടെ ഈജിപ്തിന്റെ അടിമത്തിൽ, ഫറവോയുടെ അടിമത്തത്തിലോ ഈജിപ്തിന്റെ അടിമത്തിലായിരുന്നപ്പോൾ അവരുടെ കണ്ണുനീരും അവരുടെ വേദനകളും ദൈവസന്നിധിയിലെത്തുകയാണ്. വേദനിക്കുന്ന വിഷമിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവസന്നിധി കേൾക്കുക. അങ്ങനെയാ മോശയെ ദൈവം അയച്ചു. പ്രിയ ദൈവജനമേ, ഇവിടെ ഒരുമിച്ച് കൂടുന്ന ഓരോ ദൈവമക്കളുടെയും വേദന ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം നിയോഗിച്ച് കർത്താവിന്റെ ആലയത്തിലേക്ക് പറഞ്ഞു വിടുക. കരമൊന്നുയർത്തി ആ തമ്പുരാനെ ഒന്ന് മഹത്വപ്പെടുത്തുകയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ശുശ്രൂഷയൊന്നും എനിക്കറിയത്തില്ല. അച്ഛൻ ഇന്നലെ വിളിച്ച് രാവിലെ ചോദിക്കുന്ന, ബ്രദറെ വരാവോ? കർത്താവ് വിളിക്കുക, ഒറ്റ വിളിയ, മോനെ വരാവോ എന്നെ ശുശ്രൂഷിക്കുവാൻ, നീ ഒന്ന് വരാവോ? ഒറ്റ ചോദിച്ചോ. വരുവ അച്ഛാ, കർത്താവിനോട് വാഗ്ദാനം ചെയ്ത് വരുക. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ആ അനുസരണയുടെ മേഖലയിലേക്ക് കൃപ ചൊരിയുന്നേ. മക്കൾ പ്രാർത്ഥിച്ചേ. അച്ഛൻ പറയും 3 വെള്ളിയാഴ്ച അല്ലെങ്കിൽ 3 ബുധനാഴ്ച വന്ന് പ്രാർത്ഥന പങ്കുചേർന്നേ. നിങ്ങൾ അനുസരിക്കുമ്പോഴാ കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് കൊള്ളുന്നേ. ഞാൻ ചിലപ്പോൾ ഒട്ടും വിശ്വാസമില്ലാത്തൊരു വരും, ഒട്ടും വിശ്വാസം, നമുക്ക് അടുത്ത് വരുമ്പോഴറിയാം ആ വ്യക്തിയുടെ വിശ്വാസം കർത്താവ് വെളിപ്പെടുത്തുക. അവന്റെ ഹൃദയ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വിളിച്ചൊരു ഭയങ്കര തകർച്ചയാ. ഭർത്താവ് ക്യാൻസർ രോഗം വന്ന് മരിച്ചുപോയി. മകൻ മാനസിക രോഗിയാ. മകളൊരു ഹാഫ് മന്ദബുദ്ധിയാ. ഒരു മകനുള്ളത് അവന് കാഴ്ചശക്തിയില്ല. വേദനിക്കുന്ന ഒരു കുടുംബം. ആ ഇച്ചിരി പ്രശ്നമുള്ള മാനസിക രോഗമുള്ള മകനും അമ്മയും കൂടെ ഒരു വീട്ടിൽ താമസിക്കുക. മോളെയും മോനെയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാക്കിയിരിക്കുക. ഈ അമ്മച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു കാര്യം ഇങ്ങനെ വിളിക്കുന്നത്, ഒരു പൈശാചിക ശക്തി ഈ അമ്മച്ചിയുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തരിക. അപ്പൊ അമ്മച്ചിയുടെ ഭർത്താവ് മരിച്ചുപോയില്ലേ, ഈ അമ്മച്ചിയെ രാത്രിയിൽ പിശാച് ചെന്ന് അമ്മച്ചിയുടെ കൂടെ കിടക്കും, കെട്ടിപ്പിടിക്കും. ഭർത്താവ് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ആര് കൊടുക്കുക? പിശാച് കൊടുക്കുക. അപ്പൊ അമ്മച്ചി ഇച്ചിരി സൈഡാ. ആർക്കാ? എന്നോട് ഇട്ട ചോദ്യ, ബ്രദറെ അതെന്റെ ഭർത്താവല്ലേ? ഒരിക്കലുമല്ല. അദ്ദേഹം ഒന്നുകിൽ സ്വർഗരാജ്യത്തില്, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ശുചീകരണ സ്ഥല അവസ്ഥയില്, എവിടെയെങ്കിലും ഉണ്ട്. അങ്ങേർക്കൊരിക്കലും നിങ്ങളുടെ അടുത്ത് വരാൻ സാധിക്കത്തില്ല. കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന മാനസിക രോഗത്തിന്റെ അരൂപി അത് നിങ്ങളുടെ ശരീരത്തിന് മേൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിക്കുകയാണ്. നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി ആ ചേച്ചി പ്രാർത്ഥിക്കുക. കരമുയർത്തിക്കുക മക്കളെ, കരമുയർത്തിക്കുക, കരമുയർത്തിക്കുക. അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, കൃപ വർഷിക്കപ്പെടട്ടെ, അശുദ്ധി നീങ്ങിപ്പോട്ടെ, അശുദ്ധാത്മാക്കൾ നീങ്ങിപ്പോട്ടെ, ഐശാചികൾ നീങ്ങിപ്പോട്ടെ, അന്ധകാര ശക്തികൾ നീങ്ങിപ്പോട്ടെ. പിശാചിന് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ നമ്മൾ ഇത്തിരി ചായ്വ് കൊടുത്ത് അവനെ സംഭവിക്കും. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കയറും. എന്നിട്ട് അവൻ എന്നാ പറയും? അത് ഇന്ന ആളാ, ഇന്ന വ്യക്തിയാ, നിന്നെ സ്നേഹിക്കാൻ വേണ്ടി പറ്റിയില്ലല്ലോ, പെട്ടെന്ന് മരിച്ചുപോയില്ലേ, അതുകൊണ്ട് സ്നേഹിക്കാൻ വീണ്ടും വരുവോ? പ്രിയപ്പെട്ടവരെ, ഡയറക്റ്റ് പൈശാചികൾ വ്യക്തി ജീവിതങ്ങളിൽ പ്രവർത്തിക്കും. വിശുദ്ധരായ ഒത്തിരി മക്കളുടെ ജീവിതത്തിൽ കർത്താവ് ഈ പിശാചിന്റെ പ്രവർത്തനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് വെളിപ്പെടുത്തുന്ന നമുക്ക് വെളിപ്പെടുത്തി തരുമോ? ഇങ്ങനെയുള്ള അവസ്ഥയിൽ, പാപത്തിന്റെ അവസ്ഥയിൽ പൈശാചികമായ ജീവിതം നയിച്ചാൽ നമ്മുടെ ജീവിതം അധപ്പതിച്ചുകൊണ്ടിരിക്കും. കൃഷി ചെയ്താൽ ഫലമൊന്നുമില്ല. ബ്രദറെ, വെട്ടിയ പാലില്ല. 75 സെന്റ് സ്ഥലമുണ്ട്, വെട്ടിയ പാല് കിട്ടുന്നില്ല. ഒരു വാഴ കൊഴിച്ചു വെച്ചാൽ അവിടെ ഫലം ഉണ്ടാകുന്നില്ല. കാരണം അവിടെ ആരാ ഭരണം നടത്തി? ഈ അശുദ്ധാരൂപി രാത്രിയുടെ യാമങ്ങളിൽ ഈ ഭവനത്തിന്റെ മേലെ ഇറങ്ങിച്ചെല്ലുക. കർത്താവിന് ചെല്ലാൻ പറ്റും. ചേടത്തേക്ക് ആരോടാ? എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നു, കൊന്തയിലും എല്ലാം ചെല്ലും. പക്ഷെ എന്തിനോടൊരു താല്പര്യമുണ്ട്? ഈ പാവാവസ്ഥയോട് ഇച്ചിരി താല്പര്യമുണ്ട്. പാപത്തോട് കോംപ്രമൈസ് ചെയ്താൽ ജീവിതം തകർന്നു പോകും.
മക്കള് കരമൊന്ന് ഉയർത്തിക്കേ, കണ്ണൊന്നടച്ച്. എന്റെ മേല്, എന്റെ കുടുംബത്തിന്റെ മേല്, എന്റെ വ്യക്തിജീവിതത്തിന്റെ മേല് തലമുറയായി സ്വാധീനിക്കുന്ന അശുദ്ധാരൂപികള്, പൈശാചിക ശക്തികള്, അന്ധകാര ശക്തികള്, തലമുറയെ പാപത്തിലേക്ക് നയിച്ച തിന്മയുടെ സ്വാധീനങ്ങള് എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ വ്യക്തിജീവിതത്തിൽ നിന്ന്, എന്റെ അധ്വാനങ്ങളിൽ നിന്ന്, എന്റെ കൃഷിയിടങ്ങളിൽ നിന്ന്, ഞാൻ ചെയ്യുന്ന പ്രവർത്തിയിൽ നിന്ന്, എന്റെ ശുശ്രൂഷയിൽ നിന്ന്, എന്റെ ശുശ്രൂഷാ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾ കരമുയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, 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 യേശുവേ നന്ദി.